നമസ്കാരം പ്രിയമുള്ളവരെ. തൻ്റെ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടുവെന്നും ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടം തനിക്ക് ജീവിതകാലം മുഴുവൻ തന്നെ ചേർത്ത് പിടിച്ചുകൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടം എന്നെ ബലാത്സംഗം ചെയ്യുവാൻ പല പ്രാവശ്യം ഞാൻ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞൊരു പരാതി പോയിരുന്നു. ഒന്നാം പരാതിക്കാരി ജേർണലിസ്റ്റാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി ബന്ധമുണ്ടായത് 17/1/2025 27/1/2025 28/1/2025 ഇവർ ബർത്ത്ഡേ. ആ ബർത്ത്ഡേ ആഘോഷിച്ചതും 27/1 28/1 പാലക്കാടുള്ള രാഹുലിൻ്റെ ഫ്ലാറ്റിലായിരുന്നു ബർത്ത്ഡേ ആഘോഷം. അവിടെ വെച്ചാണ് ആരംഭം തുടങ്ങുന്നത്. ആദ്യ രാത്രി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെ ആദ്യ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന രീതിയിലൊക്കെ ഇതിനെ നമുക്ക് ചർച്ച ചെയ്യാം. അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതിനുശേഷം പല ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ അവരുടെ ഫ്ലാറ്റിൽ വെച്ചും ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ഏതോ ഒരു ലൈംഗിക ബന്ധത്തിൽ വെച്ച് ഗർഭിണിയാകുന്നു. ആ ഗർഭസ്ഥ ശിശുവിനെ കളയാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ രാഹുലിൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന് ഗുളിക കൊടുക്കുന്നു. ആ ഗുളിക അവൾ കഴിക്കുന്നു. അതിന് രാഹുലിൻ്റെ വെർഷൻ, അല്ലെ രാഹുലിൻ്റെ സുഹൃത്തിൻ്റെ വെർഷൻ, ഈ സ്ത്രീ പറഞ്ഞ ആളിൻ്റെ അടുത്ത് പോയി അവർ കൊടുത്ത റൂട്ട് മാപ്പ് അനുസരിച്ച് പോയി ഗുളിക വാങ്ങി ആ സ്ത്രീയുടെ കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ അവരവരുടെ ഇഷ്ടപ്രകാരമാണ് കഴിച്ചതെന്ന് പറയുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ഹൈക്കോടതി പറഞ്ഞിരുന്നു, ഒരു സ്ത്രീയും മറ്റൊരാളുടെ പരപ്രേരണയാൽ ഗർഭം അലസിപ്പിക്കില്ല. അങ്ങനെ ഗർഭം അലസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് അതിനകത്ത് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ടെന്നും കോടതി പറഞ്ഞു. 16, 17, 18 അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്ത മുൻകൂർ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തി ആ കേസ് അന്വേഷിക്കുന്ന SIT സംഘത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യൽ നിന്ന് കൊടുത്തു. മൊബൈല് അദ്ദേഹം കൊടുത്തില്ലെന്നും പാസ്വേഡ് തൻ്റെ ഉപയോഗിച്ച് തുറക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കൃത്രിമം കാണിക്കുമെന്നും ഒക്കെ പറഞ്ഞതായിട്ടൊക്കെ ഒരു വാർത്ത വരുന്നുണ്ട്. മൊബൈല് കൊടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിയിൽ എന്തെങ്കിലും ഒരു മൊബൈൽ രാഹുൽ മാങ്കൂട്ടം കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം കൊടുക്കണമെന്ന്. അതിനുശേഷം രാഹുലിൻ്റെ പൊട്ടൻസി ടെസ്റ്റ് നടത്തി, മെഡിക്കൽ നടത്തി. രാഹുലിന് ലൈംഗിക ശേഷി ഉണ്ടോ എന്നുള്ളതൊക്കെ SIT ഇതാക്കി വെച്ചു. അപ്പോൾ അതുകൊണ്ട് രാഹുലിനെ ഇനി എവിടെയെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകും എന്നുള്ളൊരു സംശയം വേണ്ട, കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ FIR അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് പൂർത്തീകരിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ കളക്ട് ചെയ്യുകയും രാഹുലിൻ്റെ റിപ്പോർട്ടും രാഹുലിൻ്റെ ഈ പറഞ്ഞ സമയത്തുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും രാഹുൽ കൊടുത്ത മൊഴിയും പരാതിക്കാരി എടുത്ത മൊഴിയും പല സ്ഥലങ്ങളിൽ നിന്ന് ആർജിച്ചെടുത്ത മൊഴികളും ഒക്കെ സാക്ഷിമൊഴികളും ഒക്കെ വെച്ചിട്ട് ഇവർ ഈ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ്. ആ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ 90 ദിവസത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കൊടുത്തോട്ട് നല്ല കാര്യം. 90 ദിവസമോ 100 ദിവസമായാലും അതിനകത്തൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടിയ സ്ഥിതിയിൽ അതൊരു പ്രശ്നമല്ല. ഈ സമയത്ത് ഈ ഒന്നാം പരാതിക്കാരി സുപ്രീം കോടതിയിൽ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു രാഹുലിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ സാധ്യത തീരെ തുലവും കുറവാണെന്നുള്ള കാര്യമാണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ലീഗൽ അഡ്വൈസേഴ്സ് നമുക്ക് തന്ന നിയമോപദേശം. അതങ്ങനെ തന്നെ ആവാനാണ് സാധ്യതയും. ഇനി ഫൈനൽ റിപ്പോർട്ട് വന്നതിന് ശേഷവും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ വർഷങ്ങളെടുക്കും ഈ കേസിന് സമൻസ് വരാനും ഒക്കെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ. ആ സമയത്ത് കോടതി മുറിക്കുള്ളിൽ, ഓപ്പൺ കോർട്ടിനുള്ളിൽ രാഹുലിൻ്റെ അഭിഭാഷകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ഈ ഒന്നാം പരാതിക്കാരി ബാധ്യസ്ഥയാണ്. ആ ഒന്നാം പരാതിക്കാരി അവിടെ വെച്ച് കീറി മുറിക്കപ്പെടും എന്നുള്ള ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം ഈ ഹൈക്കോടതിയുടെ ഉത്തരവും ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളും ഈ കേസിനെ എതിർത്തുകൊണ്ട് അവർ കൊടുത്ത മൊഴി പകർപ്പുകളും ഒക്കെ അവർക്കെതിരാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം അവിടെ പരിഗണിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻകാല വിധികളും ഹൈക്കോടതിയുടെ വിധികളുമായിരിക്കും. ആ വിധികൾ കീറിമുറിക്കപ്പെടുമ്പോൾ, അല്ലെ ആ വിധികളുടെ തലമുടി നാരിനെ കീറിമുറിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളും ഈ യുവതിയുടെ നേരെ ചെല്ലും എന്നുള്ളതിന് ഒരു സംശയമില്ല. അന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇവരെ വിളിച്ച് വെളിയിലിറക്കുകയും അല്ലെ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി വിളിച്ച് വെളിയിലിറക്കി വരുന്ന ഈ സ്റ്റാർമാർ ഒന്നും തന്നെ അടുത്ത 10 വർഷമോ 5 10 വർഷം കഴിയുമ്പോൾ ഇവരെ സഹായിക്കാൻ കാണില്ലെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. കാരണം ഒരു സർക്കാരിനെ പിരിച്ചിടാൻ വേണ്ടി ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ തൻ്റെ അച്ഛനവൻ പ്രായമുള്ള മനുഷ്യനെ പറ്റി അപകീർത്തി പറഞ്ഞ ഒരു സ്ത്രീ ഇന്ന് ജീവന് വേണ്ടി മല്ലിടുന്നു, അല്ലെ ആരോഗ്യത്തിന് വേണ്ടി മല്ലിടുന്നു എന്നൊരു വാർത്തയാണ് നമ്മൾ പുറത്തു വെക്കുന്നത്. മേ ബി എന്നവർ വാക്ക് പറഞ്ഞ അവളുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചാൽ മേ ബി ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ അതുപോലും തുറന്നു പറയാൻ തയ്യാറാവാത്ത സ്ത്രീ ഇന്ന് അവിടെ തനിക്കുണ്ടായ ദുര്യോഗമോർത്ത് വിഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ആ ദുര്യോഗം ഈ പറഞ്ഞ അതിജീവിതയ്ക്ക് വരുമെന്നല്ല പറഞ്ഞത്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇവർക്ക് തോന്നുന്നൊരവസ്ഥയാണ് ആ ട്രയൽ കോടതിയിൽ നടക്കാൻ പോകുന്നത്. അതായിരിക്കും അവരനുഭവിക്കാൻ പോകുന്ന ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം കഴിഞ്ഞ് ഈ ഗവൺമെൻറ് പോകും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഈ ഗവൺമെൻറ് പോയി വേറൊരു ഗവൺമെൻറ് വരും. അടുത്തൊരു ഗവൺമെൻറ് 2031 ശേഷം വരുന്ന ഗവൺമെൻറ് ആയിരിക്കാം ഒരുപക്ഷെ ഈ കേസിൽ ഈ സമയത്തായിരിക്കാം ഈ കേസ് വാദത്തിലെടുക്കാൻ പോകുന്നത്. അന്ന് ഇവരെ സഹായിക്കാൻ ഒരാൾ പോലും, ഒറ്റൊരു വ്യക്തി പോലും, ഇതിനുവേണ്ടി ഇവരുടെ പരാതി കേട്ട ഒരാൾ ക്ലിഫ് ഹൗസിലിരുന്ന് അവർക്ക് കാപ്പി കൊടുത്ത് അവരോട് ഈ വിഷയങ്ങളൊക്കെ പറയുകയും പരാതി തയ്യാറാക്കിയതിന് ശേഷം അവരെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയും ആ പരാതി തയ്യാറാക്കി കൊടുത്ത ആ കൂർമ്മ ബുദ്ധിയുള്ള വക്കീൽ ഉൾപ്പെടെയുള്ളവരൊന്നും തന്നെ ഇവരെ സഹായിക്കാൻ കാണില്ല എന്നുള്ള സത്യം ഓർക്കുമ്പോഴാണ് നമുക്ക് അന്ന് ഇവരോട് പരിതാപം തോന്നും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. പിന്നെന്താണ് അടുത്ത മാർഗം? രാഹുലിൻ്റെ ഏറ്റവും അടുത്ത മാർഗം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസത്തെ ഇവരുടെ ചോദ്യം ചെയ്യലിന് ശേഷം ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും തീർത്തതിന് ശേഷം സെക്കൻഡ് സാറ്റർഡേ പോയി ഒപ്പിടണമെന്നും അടുത്ത ഉത്തരവ് ഉണ്ടാവുന്നതിന് ഒപ്പിടണമെന്ന് പറയുന്ന പോലെ 2-3 പ്രാവശ്യം പോയി ഒപ്പിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഇവർ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നിടം വരെ ആയിരിക്കും ഒപ്പിടേണ്ടി വരുന്നത്. അതിനു മുമ്പ് ഹൈക്കോടതിയിൽ പോയി ഈ FIR കോഷ് ചെയ്യാൻ റദ്ദാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രാഹുൽ അത് ചെയ്യും എന്നുള്ള കാര്യത്തിലും ഞാൻ അവിശ്വസിക്കുന്നില്ല. അതിൻ്റെ സാധ്യതകൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പണ്ട് 10-15 വർഷം ഒരു കേസിൻ്റെ പുറകെ നടന്ന് ആ കേസ് ഇങ്ങനെ നടത്തി ഒരിക്കലും ജയിക്കാത്ത ഒരു കേസ്, ഒരിക്കലും താൻ തോക്കില്ല എന്ന് ഉറപ്പുള്ളൊരു കേസ്, നിയമപരമായി തനിക്ക് അനുകൂലമായി നിൽക്കുന്നൊരു കേസ് കോഷ് ചെയ്ത് കളഞ്ഞാൽ അയാൾ സർവത്ര സ്വതന്ത്രനായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും അതാണ് ശരിയായ മാർഗവും എന്നുള്ളതാണ് ശരിയാകുന്നത്. ഇവിടെ എന്തിന് രാഹുലിനെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന ഒരു വാർത്ത ചെയ്തു? ഗർഭിണിയായിരിക്കെ ബലാത്സംഗം ചെയ്തു എന്നൊരു പരാതിയുണ്ട്. അതായത് 27/1/2025, 28/1/2025, 17/3/2025 അങ്ങനെയുള്ള പല ദിവസങ്ങളിലും രാഹുലുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പൂർണ്ണ മനസ്സോടുകൂടിയായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പത്രക്കാരി വന്നിട്ട് പറഞ്ഞു കേട്ടായിരുന്നു, ഈ രാഹുലിൻ്റെ ബന്ധപ്പെടലിന് ശേഷം ക്രൂരമായ രീതിയിൽ ശരീരം മൊത്തം വരഞ്ഞു കീറിയെന്ന് രാഹുൽ. അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് വീണ്ടും ഈ സ്ത്രീ എന്തിനു പോയി? ഈ ചോദ്യം കോടതിയിൽ അവരെന്ത് മറുപടി പറയും? അതിന് അവരവരുടെ പരാതിയിലും ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനകത്തും ബാക്കി എല്ലാ ദിവസങ്ങളിലും നടന്നതും തൻ്റെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നും ഈ ഒരു കാര്യം മാത്രമേ തൻ്റെ പൂർണ്ണ സമ്മതത്തിലോടല്ല എന്ന് പറഞ്ഞതാണ് കോടതിയെ ചൊടിപ്പിച്ചതും രാഹുലിന് ജാമ്യം കിട്ടിയതും. മറ്റൊന്ന് ഈ പറഞ്ഞ ഗർഭമാണ്. ആ ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടായ സംശയം, അത് രാഹുലിൻ്റെ ഗർഭമാണെന്ന് തെളിയിക്കണമെങ്കിൽ ആ സെമൻ അതെടുത്ത് വെക്കണമായിരുന്നു. അത് മെഡിക്കൽ ലാബിൽ സൂക്ഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് എടുക്കണമായിരുന്നു. DNA വേണമായിരുന്നു. അതില്ല. അവർ ഭർത്തൃമതിയാണ്, ഭർത്താവിനോടൊപ്പം കുഴപ്പമില്ല, 4 ആഴ്ച താമസിച്ചുള്ളെങ്കിലും അതിനുശേഷം ഭർത്താവ് തൻ്റെ ഭാര്യ കാരണം തനിക്ക് മാനക്കേടുണ്ടായി എന്നും പറഞ്ഞ് ഇപ്പോഴും ലൈവായി നിൽക്കുന്ന ഭർത്താവ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കീറി മുറിക്കപ്പെടാൻ പോകുന്ന ഓരോ കാര്യങ്ങളും. പോയിന്റ് ബൈ പോയിൻ്റായി പറയാൻ പറ്റുന്ന ഒരു കേസാണിത്. ഒരു സാധാരണ കുഞ്ഞിന്, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാളിന് പോലും ഈ കേസെടുത്ത് കയ്യിൽ കൊടുത്തതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞാൽ, ചോദ്യം ചെയ്താൽ അവിടെ നിന്ന് വേർക്കും ഈ 1ാം പരാതിക്കാരി. ശരിക്കും അവരെ അപമാനിച്ചത് രാഹുലല്ല, അവരപമാനിച്ചത് കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസാക്ഷിയെയും ജനങ്ങളുടെ സ്ത്രീകളോടുള്ള കരുതലിനെയാണ് നശിപ്പിച്ചത്. അത് ഒരു സർക്കാരിൻ്റെ പതനത്തിനല്ല, ഒരു സർക്കാരിൻ്റെ വിജയത്തിന് വേണ്ടിയാണ്, 3ാം ഊഴത്തിന് വേണ്ടിയാണ് ചെയ്തെങ്കിൽ ഒരു സർക്കാരിൻ്റെ പതനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ദുഃഖകരമായ കാര്യം അവരിനിയെങ്കിലും ഓർക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചായ കാപ്പിയോ കുടിക്കുമായിരിക്കാം. ആ കുടിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മധുരവിട്ട് കൊടുത്തില്ല എന്നുള്ള പേരിൽ അവർക്ക് തങ്ങളിൽ പരാതി ഉണ്ടാകാം. അത്തരം പരാതികൾ വരുമ്പോൾ അതിനെ ബലാത്സംഗമാക്കി മാറ്റി ഇത്തരം ക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നവർ ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഇത് ശരിയായ നടപടിയല്ല. ഇതുമൂലം ആർക്കൊക്കെയാണ് നഷ്ടം? പരാതിക്കാരന് പരാതി കൊടുത്ത ആളാണ് ഏറ്റവും വലിയ നഷ്ടം. തെളിയിക്കുക എന്നുള്ള ബാധ്യത അവരിൽ നിൽക്കുന്നിടത്തോളം കാലം ഇത് ഞാൻ ചെയ്തില്ല എന്ന് പറയാനുള്ള ബാധ്യത പ്രതിക്ക് നിൽക്കുമ്പോൾ പ്രതി ചെയ്തില്ല എന്ന് തെളിയിക്കാനുള്ള സകല അടവും കാണിക്കും. അതിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ കേസിലുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. എൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ കമൻറ്റിട്ട് കളിയാക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞ കറക്റ്റാണ്. അതുകൊണ്ട് ഈ കേസ് ഒരുപക്ഷെ അടുത്ത മാസം ഈ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കോഷ് ചെയ്യപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ തുടരന്വേഷണം സ്റ്റേ ചെയ്യപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ കേസ് ഒരിടത്തും നിലനിൽക്കില്ല. രാഹുൽ ഒരിക്കലും ഈ കേസിൽ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ആ ഉറപ്പാണ് രാഹുൽ പറഞ്ഞ രാജ്യത്തെ നിയമത്തിനും നീതിക്കുമെതിരായി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഭരണഘടനാ വിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് 27/1/2025 ഈ സ്ത്രീ സർവ്വതാ പൂർണ്ണ മനസ്സോടുകൂടി ഈ പറഞ്ഞ പ്രതി താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയും ബർത്ത്ഡേ ആഘോഷിക്കാൻ തോന്നിയ ആ നിമിഷമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അപജയമെന്ന് ഭാവിയിൽ അവർക്ക് മനസ്സിലാകും. തെറ്റുകളുണ്ടാകാം, പക്ഷേ ആ തെറ്റുകൾ
തിരുത്തപ്പെടാം. പക്ഷേ ജയിക്കുമില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ, നമുക്ക് പൂർണ്ണ സമ്മതമായി 99% നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്തൊരു കാര്യത്തിൽ 1% തെറ്റിന് വേണ്ടി ഒരാളിനെ ക്രൂശിക്കാൻ ഇറങ്ങുമ്പോഴാണ് നമ്മളിതിൻ്റെ പാപഭാരം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കോടതി ദൈവമാണെന്ന് വെച്ചല്ല, നമുക്കെല്ലാം കോടതികൾ ദൈവത്തിന് തുല്യരായ ആൾക്കാരാണ് ജഡ്ജിമാരെ കാണുന്നത്. അതുകൊണ്ട് നീതി എന്നത് കിട്ടുന്നില്ല എങ്കിൽ ഇത്തരം ഒരു പരാതിയുമായി മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം നാറുന്നതും ജീവിതകാലം മൊത്തം ഇതിൻ്റെ പാപഭാരവും ചുമന്ന് നമ്മുടെ തലച്ചോറിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ അതിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ളത്, ഇതെല്ലാം കഴിഞ്ഞ് ആരുമില്ലാതെ വരുന്നൊരവസ്ഥയിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പരമമായ സത്യം. നന്ദി, നമസ്കാരം.